ലൈംഗികാരോപണങ്ങളിൽ വിസ്തീർണമായ എം മുകേഷ് എം എൽ എ രംഗത്ത് വരുന്നു. താൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നെന്ന് പറയുകയാണ് മുകേഷ്. വസ്തുനിഷ്ഠവും സുതാര്യമായ അന്വേഷണം അനിവാര്യം, എങ്കിലേ ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ. തനിക്ക് നടൻ എന്ന നിലയിൽ മാത്രമല്ല, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും പൊതുസമൂഹത്തിൽ ഉത്തരവാദിത്തമുണ്ട്. കലാരംഗത്ത് മറ്റുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മറ്റാരേക്കാളും നന്നായി തനിക്ക് മനസ്സിലാകും എന്ന് പറയുന്നു. ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്നു. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു, തന്നോട് പണം ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുകയാണ് മുകേഷ് ഇപ്പോൾ. അപ്പോൾ അത് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി വേട്ടയാടാൻ വരുന്നവരോട് പരാതിയില്ല. 2018 ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ട്. സലീം മാലിക് നമ്മളോടൊപ്പം ചേരുന്നു. മുകേഷ് പറയുന്നത് ഇതിൽ അദ്ദേഹം തുടങ്ങുന്നത് ഇപ്പോൾ നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ജനപ്രതിനിധി നിലയ്ക്കും പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുകേഷിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. സലീം, എന്താണ് പറയുന്നത് മുകേഷ്? ഗോപി, ഹാഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ ഒരു ദീർഘമായ ഒരു കുറിപ്പോട് കൂടിയാണ് മുകേഷ് ഇപ്പോൾ ഈ വിശദീകരണം നടത്തുന്നത്. അതിൽ ആദ്യം ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണത്തിലെ പരാതിക്കാരിയെ കുറിച്ചാണ് പറയുന്നത്. 2009 സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു സ്ത്രീ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടത്. അതിനുശേഷം വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി അവർ വീട്ടിലേക്ക് വന്നു. അതിനുശേഷം അവർ പേര് ഉൾപ്പെടെ പരിചയപ്പെടുത്തി. അതിനുശേഷം അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ ശ്രമിക്കാമെന്ന് താൻ പ്രതികരിച്ചു. പിന്നീട് കൂടിക്കാഴ്ചയിലെ എന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ വാട്സാപ്പിൽ സന്ദേശം അയച്ചു. ആ സമയത്തൊന്നും അവർ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതിനുശേഷം ഏറെക്കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. പിന്നീട് 2022 ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടു. ഇത്തവണ അവർ പേര് നേരത്തെ പറഞ്ഞ പേര് അത് ആ പരാതിക്കാരിയുടേതായതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതേ പേര് ഒപ്പം ഭർത്താവിന്റെ പേര് കൂടി ചേർത്താണ് പരിചയപ്പെടുത്തിയത്. തുടർന്ന് അവർ വലിയൊരു സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ 1 ലക്ഷമെങ്കിലും മതിയെന്നായി. ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ചു. താൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ എന്നെ അറിയിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഭർത്താവ് എന്ന് അവകാശപ്പെട്ട ഫോണിൽ വിളിച്ച് മറ്റൊരാളും വൻതുക ആവശ്യപ്പെട്ടു. പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക്മെയിൽ